അറിയില്ല, എന്നാലും അവിടെ പോവാണ്. സോ എൻ്റെ ഫ്രണ്ട് ജിജിയുടെയും അലക്സിൻ്റെയും കല്യാണത്തിന് നമ്മൾ പോണേ. സാരി കൊടുത്ത് സെറ്റായിട്ട് പോവാണ്. നമ്മൾ ഓൺ ദ വേ ആണ്. പിന്നെ ട്രാഫിക് ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് 1 hour ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട്. ബട്ട് ഇപ്പൊ ഒരു 1 hour 2 hour ആവും. അങ്ങനെ ഓൺ ദ വേ പോവാ. അപ്പൊ നമുക്ക് വിശേഷമൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ ഒരു കുർബാനയൊക്കെ കൂടി ഇതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും. അവരെ കസിൻസൊക്കെ നല്ല സൂപ്പറായിട്ട് വെൽക്കം ചെയ്തു കേട്ടോ. ഇത് എൻഗേജ്മെൻ്റ് ആണ് അവരുടെ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മൈലാഞ്ചി അങ്ങനെ ഇങ്ങനെ ചടങ്ങൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് പോയി, സ്റ്റാർട്ടേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളവരെ കാണാനായിട്ട് പോയി. യെസ്, നമ്മുടെ ബ്രൈഡ് ഭയങ്കര എനർജിയിലായിരുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര സുന്ദരിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇവിടെ ചടങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. കുറേ ചടങ്ങുകളുണ്ടായിരുന്നു. നമ്മൾ കാണാത്ത കുറേ രസമുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനത് കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് കഴിഞ്ഞ ഉടനെ നമ്മളിങ്ങനെ പാട്ടൊക്കെ വെച്ചു, ഡാൻസൊക്കെ കളിച്ചു. എല്ലാവരും കൂടി ഭയങ്കര തുള്ളായിരുന്നു. സോ ഞാനും എൻജോയ് ചെയ്തു അത്. എനിക്ക് പിന്നെ പാട്ട് കേട്ടാൽ ഞാനങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് പരിപാടി ഫിറ്റ് ചെക്കൊക്കെ ചെയ്തു. കുറച്ച് ഓൾഡറൊക്കെ ചെയ്യണ്ടായിരുന്നതൊക്കെ ചെയ്തു. സോ അങ്ങനെ അടുത്ത പരിപാടി ചന്ദൻ ചാർത്താട്ടോ. അടിപൊളിയായിരുന്നു ഈ നൈറ്റ്. ഭയങ്കര രസമായിരുന്നു. ഈ ദിവസം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ ജോയിൻ ചെയ്തു കേട്ടോ. അവർക്ക് വന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ തേക്കടി ട്രിപ്പ് പിടിച്ചു. ഞാനിവിടെ വന്നിട്ടുണ്ടടാ. ഫസ്റ്റ് തന്നെ നമുക്കാണെങ്കിൽ വിശക്കുമല്ലോ. അപ്പോൾ നമ്മൾ വയറിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങളങ്ങനെ സൂപ്പി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഡയറ്റായ സ്ഥിതിക്ക് ബിരിയാണി ആവാമെന്ന് വിചാരിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചു. യെസ്, നമ്മൾ ബോട്ടിങ് ടിക്കറ്റ് നിൽക്കുക കേട്ടോ. ഇപ്പം പറഞ്ഞത് ഇവിടെ പുലിയുണ്ട്, എല്ലാവരെയും കാണാൻ പറ്റുമെന്നൊക്കെയാണ്. ഈ പുലീനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ വാ പൊളിച്ച് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ക്യൂ ഒക്കെ നിന്നു ബോട്ടിൽ കയറി. പുലി നോക്കുമായിരിക്കും പാവം. അങ്ങനെ ഞങ്ങളും പുലീനെ കാണാൻ വേണ്ടി ഇവനെ നോക്കിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ കണ്ടത് ഗൈസ് ഒരു 2 പ്രാവ്, ഒരു മലയെണ്ണ എന്നൊക്കെ. ഒരു മലയെണ്ണ കണ്ടിരുന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. അതുപോലും കണ്ടില്ല. പിന്നെ അവിടെ ഇവിടെയും കുറച്ച് മാൻ. പിന്നെ ഈ പ്രാവിനെയൊക്കെ കളിപ്പിച്ച് ഞങ്ങളിരുന്നു. അങ്ങനെ പുലി പോയെടുത്ത് എലി പോലും ഇല്ലാതെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. പിന്നെ നമ്മൾ കട്ടപ്പനയ്ക്ക് വിട്ടു. കട്ടപ്പനക്കാരുടെ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു. ഏട്ടായുടെ വീടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. ഏട്ടായുടെ കലാവിരുന്നുകൾ, കലയുടെ ഒരെണ്ണം മാത്രമേ പക്ഷെ കാണുന്നുള്ളൂ. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ കല്യാണത്തിന് പോവാണ് ഗൈസ്. ഇതാണ് കല്യാണം. സോ നമ്മൾ ഇന്ന് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാരിയാണ്. സോ പോണ വഴിക്ക് സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്തിട്ട് വേണം സെറ്റാക്കി ചെല്ലാൻ. നമ്മളിപ്പോൾ ഇവിടുന്ന്
പോവാണ്. ഇതാണ് നമ്മുടെ എൻ്റയർ ഗ്യാങ്, എല്ലാവരും ഉണ്ട്. ഇന്ന് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു, ഇന്നത്തെ ഫങ്ഷൻ എല്ലാവരും ഉണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കൂടി എൻജോയ് ചെയ്തു, സെറ്റായിരുന്നു. തിരിച്ച് നമ്മൾ പോവുകയാണ് ഗൈസ്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.